അവളെ പ്രണയിനിയാക്കിയതാരേ. മായ മായ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. എവിടെ പോയി? മായ മായ അമ്മ 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 വാതിൽ തുറക്ക്. എന്താടാ, എന്തായി രാത്രിയില്? എന്തുപറ്റി? അമ്മ മായ ഇങ്ങോട്ട് വന്നോ? അത് ശരി, അവൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്നേ? അവൾ അവിടെ നിന്റെ റൂമിലല്ലേ? നീ അവിടെ പോയി നോക്ക്. അമ്മ അവള് റൂമിലൊന്നുമില്ല. ഞാൻ കരുതി അമ്മയുടെ അടുത്തുണ്ടാവുമെന്ന്. കാണുന്നില്ലെന്നോ? അവൾ ഈ രാത്രി എവിടെ പോവാൻ? നീ ശരിക്കും നോക്കിയോ? മായ ദേ വരുന്നു. മായ കൃഷ്ണേട്ടാ, അമ്മ നിൽക്കുന്നുണ്ടല്ലേ? മായ നീ എവിടെ പോയതാ? നിന്നെ വീട്ടിലെന്തൊക്കെ തിരഞ്ഞു? നീ എവിടെ പോയതാ? ടെൻഷൻ അടുപ്പിക്കാനായിട്ട്. അത് ഞാൻ വെള്ളം എടുക്കാൻ. നിനക്കൊന്ന് പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ? അത് പിന്നെ വിഷ്ണുട്ട് ഇനി ഉറങ്ങിക്കിടക്കുന്ന നിന്നെ വിളിച്ചുകൊണ്ട് നിന്റെ അനുവാദം വേണമായിരിക്കും അവൾക്ക് വെള്ളം കുടിക്കാൻ. നിനക്ക് എന്താടാ പറ്റിയേ? അത് ഞാൻ എഴുന്നേറ്റപ്പോ പെട്ടെന്ന് ഇവിടെ റൂമിൽ കണ്ടില്ല. മതി മതി, രണ്ടാളും പോയി കിടക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ചെല്ല് മായ, ചെല്ല്. മായ ഞാൻ ജോണേട്ടൻ്റെ അടുത്തേക്ക് പോയെന്ന് കരുതി അല്ലേ? പോകണമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ആകായിരുന്നു. ഒരു ഫോൺ കോൾ മാത്രം മതി. ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാവും വിഷ്ണുട്ടൻ്റെ മനസ്സിലെന്താന്ന്. പലവട്ടം ഈ കാര്യങ്ങൾ പറയാനൊരുങ്ങിയതാണ്, പക്ഷെ അതിനുള്ള ധൈര്യം കിട്ടിയില്ല. എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾ സ്നേഹിച്ചു പോയി വിഷ്ണുട്ട. ഞാൻ ആ മനുഷ്യനെ പറിച്ചു മാറ്റാൻ സമയമെടുക്കും. അതെല്ലാം മറിച്ച് വിഷ്ണുടൻ എൻ്റെ ശരീരമാണ് വേണ്ടതെങ്കിൽ വിഷ്ണുടൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഞാൻ എതിർപ്പ് പറയില്ല. വിഷ്ണുടൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ച് നിന്ന് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ചോണട്ടം മാത്രമായിരിക്കും. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല മായ. കാരണം ഞാൻ നിന്നോട് കാണിച്ചതും പ്രവർത്തിച്ചതും അങ്ങനെയൊക്കെയാണല്ലോ. എനിക്ക് നിന്നെ വിട്ടുകൊടുക്കായിരുന്നു. ഞാനത് ചെയ്തില്ല. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണലിടിഞ്ഞു. അതുകൊണ്ടാവാം ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. നീ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ നിന്റെ ശരീരമാണ് എനിക്ക് വേണ്ടതെന്ന്. വേണമായ, പക്ഷെ അത് മാത്രമല്ല, എല്ലാം അടങ്ങിയ നിന്റെ സ്നേഹം, നിന്റെ ദേഷ്യം, നിന്റെ വാശി, കരുതൽ, നിന്റെ കുറുമ്പ്, ഇതൊക്കെ ചേർന്ന് ആ പഴയ മായ എനിക്ക് വേണം. എന്നും മരണം വരെ. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ മായ, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ മനസ്സിന് ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇന്നലെ എന്നെ വിളിച്ചതാണല്ലോ, അപ്പൊ വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. നീ എത്തിയോ? നീ മേളിലേക്ക് ചെല്ലാം.
വിഷ്ണു നിന്നെ കുറേ നേരമായി തിരക്കുന്നുണ്ട്. പിന്നെ നന്ദ അത് പിന്നെയാണ് സംസാരിക്കാമല്ലോ. നന്ദ 2 ദിവസം ഇവിടെ കാണും. ചെല്ല. ശരിക്കും ഇനി എപ്പോൾ വരാമേ? ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആയിട്ട് വരാം. എന്നീ ശരിക്കും. ആ, മായ വന്നല്ലോ. എങ്കിൽ നിങ്ങൾ സംസാരിക്കേ. വിഷ്ണു, ഞാൻ താഴെ ഉണ്ടാവും. പെട്ടെന്ന് വന്നേക്ക്. അത് മായ 2 ദിവസത്തേക്ക് ഒരു ബിസിനസ് ആവശ്യമായിട്ട് പോവാണ്. പെട്ടെന്ന് തീരുമാനിച്ചതാ. നിനക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്നാ പോയിട്ട് വരാം. ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവളോടൊന്നും ചോദിച്ചില്ല. എവിടേക്ക് പോണെന്നോ എന്നവരൊന്നും ഒന്നും ചോദിച്ചില്ല. ഇത്രയ്ക്ക് വെറുപ്പാണോടോ നിനക്ക് എന്നോട്? നീ ഇതെന്താലോചിച്ചിരിക്കുക മായ? കഴിക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല അമ്മ. ഞാൻ പിന്നെ കഴിച്ചോളാം. മായ, ഇവക്കിതെന്ത് പറ്റി? നന്ദമോളെന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അവളുടെ ആ പോക്ക് കണ്ടിട്ട് എനിക്ക് ചിരിയാ വന്നത്. പ്രണയം മുട്ടിട്ടോന്നൊരു ഡൗട്ട്. വിഷ്ണുട്ടൻ പോയിട്ട് ഒന്ന് വിളിച്ചതോടിയില്ല. വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? അല്ല, ഞാനെന്തിനിങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇത് പാത്തിട്ടൊന്നല്ലല്ലോ പോകുന്നത്. ഇതിന് മുന്നേ പോയിട്ടുള്ളതാണ്. പിന്നെ എനിക്കെന്താ, എന്നാലും മുമ്പ് പോയതുപോലെയാണോ ഇപ്പൊ വിഷ്ണുട്ടനുണ്ട് എന്റെ എത്രയൊക്കെ ആയാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയാണല്ലേ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ചിലപ്പോ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അതിനിടയിൽ ഞാൻ വിളിച്ച് ശല്യം ചെയ്യണ്ട. പിന്നെ എന്താ ഒരു വഴി? നദിച്ചു ഉറങ്ങിയോ? ആ, എന്താ മായ? എന്താ ഈ രാത്രിയില്? ഏയ് വെറുതെ കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല നന്ദേച്ചി, അഭിയേട്ടൻ വിളിച്ചിരുന്നോ? അവരവിടെ എത്തിയോ? ആ, വിളിച്ചിരുന്നു. കുറച്ചു മുന്നേ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ. എന്താ മായ, അഭിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ന് ഞാൻ വിളിച്ചു തരാം. അത് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. അല്ല നന്ദേച്ചി, അവർ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? അവര് എന്ന് വരുന്നെങ്ങാനും പറഞ്ഞിരുന്നോ? ആ, അഭി കഴിച്ചു. പിന്നെ വരുന്ന കാര്യത്തെ പറ്റി അവനൊന്നും പറഞ്ഞില്ല. ഓ, ഇതിപ്പോ വിഷ്ണുവേട്ടന്റെ കാര്യം അറിയാൻ വന്നിട്ട് ഞാൻ അഭിയേട്ടന്റെ കാര്യമാണല്ലോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ റൂട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും എന്റെ നാവുകൊണ്ട് നീ അറിയാൻ പോകുന്നില്ല വിഷ്ണുവിന്റെ കാര്യം. മായ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല നന്ദേച്ചി. എന്നാ ശരി, നന്ദേച്ചി കിടന്നു, ഞാൻ റൂമിലേക്ക് പോവാം. ഗുഡ് നൈറ്റ്. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഇതെന്താ ഇങ്ങനെ? മായ ഉറങ്ങിയിട്ടുണ്ടാവോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വിഷ്ണുട്ട് ഉറങ്ങിയിട്ടുണ്ടാവോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിഷ്ണുട്ടനാണല്ലോ വിളിക്കുന്നത്. ഹലോ ഹലോ വിഷ്ണുട്ട. ഹലോ മായ. മായ, നീ ഉറങ്ങിയില്ലേ? സമയം ഒരുപാടായല്ലോ. ഇല്ല, ഞാനിവിടെ വെറുതെ. അല്ല, വിഷ്ണുട്ട ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല.
എനിക്കറിയില്ല മായ. മായ, എന്താ വിഷ്ണുട്ടാ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? വിഷ്ണുട്ടൻ എന്നാ തിരിച്ചു വരുന്നേ? ഞാനിവിടെ വരും. ഏറിയ 3 ദിവസം, അതിൽ കൂടില്ല. സമയം ഒരുപാടായില്ലേ. താൻ പോയി ഉറങ്ങിക്കോ. നേരത്തെ എണീക്കാനുള്ളതല്ലേ, കോളേജിൽ പോണ്ടേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഭാര്യയുമായുള്ള സൊള്ളൽ കഴിഞ്ഞോ? എന്നാ പിന്നെ ഞാൻ അകത്തോട്ട്. എന്താടാ, മായയായിട്ട് സംസാരിച്ചിട്ടും നിന്റെ മുഖത്തിനൊരു സന്തോഷമില്ല? ഒന്നും വേണ്ടിയിരുന്നില്ലടാ. ഞാൻ അവളെ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ഓരോ വാക്കുകൾ കൊണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ മുമ്പിൽ നിൽക്കാൻ കൂടി പറ്റുന്നില്ലടാ. ഒരു കുറ്റബോധം പഴയതൊക്കെ മനസ്സിലിങ്ങനെ കയറി വരുവാടാ. അവൾക്ക് എന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുവാടാ. പറ്റുമായിരിക്കൂലേ? അവളെ എന്ത് ചെയ്താലും ചോദിക്കാൻ വരെ ആരുമില്ല എന്നുള്ള നിന്റെ ഈ അഹങ്കാരം, അതാ നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടാൻ ആ പാവ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തേ? എനിക്കറിയില്ല അഭി. കുഞ്ഞുനാളില് എപ്പോഴോ തുടങ്ങിയ ഒരു ദേഷ്യം. ആ ദേഷ്യം, അതിന് കാരണം എന്താന്നാ ഞാൻ ചോദിച്ചത്. നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറയാം. മായ ആ വീട്ടിൽ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് അവളെ സ്നേഹിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവളോട് തോന്നിയ ദേഷ്യം. അത് മാത്രമല്ല, അവൾ വളർന്നപ്പോൾ അവളോട് തോന്നിയ ഒരു മോഹം. നിന്റെ ആവശ്യം നീ അവളോട് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. ഈ കാര്യമായി നീ പലതവണ അവളടുത്ത് ചെന്നു. അവൾ വഴങ്ങിയില്ല. അങ്ങനെ അവളോടുള്ള ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിച്ചു. അഭി പ്ലീസ്, മതി, നിർത്ത്. അല്ലെങ്കിൽ തന്നെ അവളോട് ചെയ്ത് ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഉള്ളി കടന്ന് നീറുക. അതിനിടയിൽ കൂടെ നീ കൂടി തുടങ്ങല്ലേ, പ്ലീസ്. ഞാനിത് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്രമാത്രം വേദനിച്ചെങ്കിൽ അത് അനുഭവിച്ച മായയോട് ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി വിഷമിച്ച് നീ അതൊന്ന് ആലോചിച്ച് നോക്ക്. നീ ഇത്രയൊക്കെ ചെയ്തിട്ടും അവള് നിന്റെ കൂടെ തന്നെ ഇല്ലേടാ. അവൾക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. മായ നിന്നോട് സംസാരിച്ചില്ലേ? ഇനിയെല്ലാം നേരെ ആവൂടാ. അവളിലൊരു മാറ്റം വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, നീ വീട്ടിൽ നിന്ന് പോയ പിന്നെ അവളാകെ വിഷമത്തില. ആരോടും ഒന്നും മിണ്ടുന്നതുമില്ല, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കുറച്ചു മുന്നേ നന്ദ വിളിച്ചിരുന്നു. അവളെ എന്നോട് ഇത് പറഞ്ഞത്. പോട്ടേടാ, കഴിഞ്ഞത് കഴിഞ്ഞു. അതൊരു അടഞ്ഞ അധ്യായം പോലെ മറന്നേക്ക്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിക്കേ. ഞാന് ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ആ ആളെ കണ്ടോ? ആ, കണ്ടോണ്ടിരിക്കുന്നു. അതാരാ? അതെന്റെ ക്യൂട്ട് പൊണ്ടാട്ടിയായ നിന്നെ. വാ, കേറ്.
അപ്പോൾ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ നീ പോയത്? കൃഷ്ണേട്ടൻ, എന്താ ഇത്? അടങ്ങി നിൽക്ക്. കൃഷ്ണേട്ടൻ, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയത്, എനിക്ക് കാണാൻ വേണ്ടി മാത്രം. ഇത് നിന്റെ അരക്കെട്ടിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നതാണ്. ഒരു ഭംഗിയുണ്ട്. മായ, I'm sorry. നീ ഇതുപോലെ അധിക സമയം എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ്ട. എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല.